മാനവേദ രാജാവ് വില്വമംഗലം സ്വാമിയുടെ കയ്യിൽ പിടിച്ചിട്ട് ക്ഷേത്രത്തിൻ്റെ ഇലങ്ങിത്തറയിലേക്ക് ഒന്ന് നോക്കി. അപ്പോൾ അവിടെ കണ്ടു അതിസുന്ദരനായിട്ട് ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ അതിലൂടെ ഓടി കളിച്ച് കുസൃതി കുട്ടിയായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നത്. അപ്പോൾ ഈ ഉണ്ണിക്കണ്ണനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയധികം സന്തോഷമായിരിക്കുമല്ലേ അദ്ദേഹത്തിന് ഉണ്ടായത്. അദ്ദേഹം ഓടി ചെന്ന് ഭഗവാനെ കെട്ടിപ്പിടിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഓടി ഇലങ്ങിത്തറയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇങ്ങനെ ആലിംഗനം ചെയ്യാനായിട്ട് തുടങ്ങുകയും ഉണ്ണിക്കണ്ണൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു. എന്നിട്ട് ഒരു അശരീരി ഉണ്ടായി. എന്നെ തൊടണ കാര്യം സ്വാമിയർ പറഞ്ഞില്ലല്ലോ, കാണണം എന്നല്ലേ പറഞ്ഞുള്ളൂ, ആ ആഗ്രഹം സാധിച്ചു തന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് രാജാവിന് അതിയായിട്ടുള്ള ദുഃഖമുണ്ടായി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു മയിൽപ്പീലി തുണ്ട് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ മയിൽപ്പീലി തുണ്ട് അദ്ദേഹം താൻ രചിച്ച കൃഷ്ണഗാഥ ആട്ടക്കഥയായിട്ട്, അതായത് കൃഷ്ണനാട്ടം കളിയിലെ എഴുത്തുരൂപം സാഹിത്യരൂപമാണ് കൃഷ്ണഗാഥ. അപ്പോൾ അത് ആട്ടക്കഥയായിട്ട് രചിച്ചിരുന്ന അദ്ദേഹം അത് കളിക്കാൻ ഒരുങ്ങുമ്പോൾ അതിൽ അലങ്കാരമായിട്ട് ഉപയോഗിക്കുന്ന പ്രധാന വസ്തുവായിട്ട് ഈ മയിൽപ്പീലി കൊണ്ട് ഒരു കിരീടം ഉണ്ടാക്കുകയും അത് കൃഷ്ണനാട്ടം കളിയുടെ പ്രധാന അലങ്കാരമാക്കി തീർക്കുകയും ചെയ്തു എന്നാണ്